നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ 500% വരെ തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമായി മുന്നോട്ട് പോയ അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇന്ന് ആ നിലപാട് മയപ്പെടുത്തേണ്ട സാഹചര്യമാണോ നേരിടുന്നത്? റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ലോകവിപണിയെ തന്നെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിർദ്ദേശത്തിൽ ഏറ്റവും നിർണായകമായ മാറ്റം ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നിർദ്ദേശിച്ചിരുന്ന 500% തീരുവ 100%ആയി കുറയ്ക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ സെനറ്റിൽ ഉയർന്നിരിക്കുന്നത്. ഇതൊരു സാധാരണ ഭേദഗതി മാത്രമല്ല, ആഗോള നയതന്ത്രത്തിന്റെ മാറുന്ന കണക്കുകൂട്ടലുകളുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം തുടരുമ്പോഴും ഇന്ത്യ പോലുള്ള തന്ത്രപ്രധാന പങ്കാളിയെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിൽ ഒന്നായ ഇന്ത്യ സ്വന്തം ഊർജ്ജ സുരക്ഷ മുൻനിർത്തിയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതെന്ന വാദവും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യത നേടുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഈ തീരുമാനം വെറും തീരുവ കുറച്ച വാർത്ത മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ വീണ്ടും മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. റഷ്യൻ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനു മേൽ ചുമത്താൻ നിശ്ചയിച്ചിരുന്ന 500% തീരുവ പരമാവധി 100%ആയി കുറച്ചുകൊണ്ട് ഉപരോധ ബില്ലിൽ US ഭേദഗതി വരുത്തിക്കഴിഞ്ഞു. പരിഷ്കരിച്ച ബിൽ പ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% വരെ തീരുവ ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം ലഭിക്കും. ഭേദഗതി പ്രകാരം റഷ്യയുടെ പ്രകൃതിവാതക കയറ്റുമതിയുടെ 15%-ൽ താഴെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കാൻ വ്യവസ്ഥയുണ്ട്. ഇത് ജപ്പാൻ, ഫ്രാൻസ്, ഹംഗറി, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്ക് ഗുണകരമായേക്കും. അമേരിക്കയുടെ പ്രത്യേക താൽപര്യം മുൻനിർത്തി ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. റഷ്യയുടെ ഷാഡോ ടാങ്കർ കപ്പലുകൾക്കും കേന്ദ്ര ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ബിൽ ലക്ഷ്യമിടുന്നുണ്ട്. യുക്രൈനിൽ റഷ്യ നടത്തിയ സൈനിക നീക്കങ്ങളെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുൻപ് US ഉഭയകക്ഷി ബിൽ അവതരിപ്പിച്ചത്. അന്തരിച്ച റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാമും ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താലും ചേർന്നായിരുന്നു ഈ നീക്കത്തിന് നേതൃത്വം നൽകിയത്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന 5 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ബിൽ തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇന്ത്യയും ചൈനയുമായുള്ള അമേരിക്കയുടെ നിലവിലെ വ്യാപാര ബന്ധങ്ങൾ വഷളാകാതിരിക്കാനാണ് തീരുവയിൽ ഇളവ് വരുത്തിയതെന്നാണ് സൂചന. ലിൻസേ ഗ്രഹാമിനോടുള്ള ആദരസൂചകമായി ബിൽ ഉടൻ നിയമമാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരായ ഉപരോധ നയം അമേരിക്ക തുടരുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടുത്ത സമ്മർദ്ദ രാഷ്ട്രീയം എല്ലായ്പ്പോഴും ഫലപ്രദമാകില്ല എന്ന യാഥാർത്ഥ്യമാണ് പുതിയ സംഭവവികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. സാമ്പത്തിക താൽപര്യങ്ങളും ഊർജ്ജ സുരക്ഷയും നയതന്ത്ര ബന്ധങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്നത്തെ ലോകക്രമത്തിൽ ശക്തി പ്രകടനത്തെക്കാൾ പ്രായോഗിക സമീപനത്തിനാണ് രാജ്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ 500%-ൽ നിന്ന് 100%-ലേക്കുള്ള ഈ മാറ്റം വെറും അക്കങ്ങളുടെ വ്യത്യാസമല്ല. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനവും അമേരിക്കയുടെ തന്ത്രപരമായ പുനർവിചാരവും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയ സന്ദേശമാണ്. എന്നാൽ ബിൽ ഇനിയും നിയമമായിട്ടില്ല എന്നതിനാൽ അന്തിമ തീരുമാനം എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ നീക്കം ഇന്ത്യ അമേരിക്ക ബന്ധത്തിലും റഷ്യയെ ചുറ്റിപ്പറ്റിയുള്ള ആഗോള രാഷ്ട്രീയത്തിലും വരാനിരിക്കുന്ന ചർച്ചകൾക്ക് പുതിയ ദിശ നൽകുമെന്നതിൽ സംശയമില്ല.